എല്ലാവർക്കും ഇക്കണോമിക്സ് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഈ 2026 തുടക്കത്തിൽ വിപണിയിൽ ചില പ്രധാന മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ കുറെ കാലമായി ഇടിഞ്ഞുകൊണ്ടിരുന്ന ഇന്ത്യൻ രൂപ ഇപ്പോൾ നേരിയ തോതിൽ ഒന്ന് കരുത്താർജിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് വിപണിയിലുള്ളത്. അമേരിക്കൻ ഡോളറിനും ഗൾഫ് കറൻസികൾക്കും എതിരെ രൂപ അല്പം മെച്ചപ്പെടുമ്പോൾ സ്വാഭാവികമായും നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾക്ക് അതൊരാശങ്കയാണ്. റേറ്റ് കുറഞ്ഞ ഈ സമയത്ത് പണം അയക്കണോ അതോ പഴയ പോലെ റേറ്റ് കൂടാൻ കാത്തു നിൽക്കണോ എന്നതാണ് എല്ലാവരുടെയും ഉള്ളിലെ ചോദ്യം. എന്നാൽ വിപണിയിലെ ഈ ഉയർച്ച താഴ്ചകൾക്കിടയിൽ നിങ്ങളുടെ സമ്പാദ്യം ചോർന്നു പോകാതെ സംരക്ഷിക്കാൻ ഗോൾഡ് ഹെഡ്ജിംഗ് എന്ന വഴി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ചുറ്റുമുള്ള സാഹചര്യം ഒന്ന് പരിശോധിച്ചാൽ ഗൾഫിലാണെങ്കിൽ പഴയ പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്ന് കാണാം. വാടക കൂടുന്നു, കുട്ടികളുടെ പഠന ചെലവ് വർദ്ധിക്കുന്നു, നിത്യനിദാന ചെലവുകൾ വലിയ തോതിൽ ഉയരുകയാണ്. അമേരിക്കയിലും കാനഡയിലും UK-യിലുമുള്ള പ്രവാസികളുടെ അവസ്ഥയും വ്യത്യസ്തമല്ല. പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ നിങ്ങളുടെ കയ്യിലുള്ള പണത്തിന്റെ വാങ്ങൽ ശേഷിയെ ഓരോ ദിവസവും കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 1 പവൻ സ്വർണം വാങ്ങാൻ നിങ്ങൾക്ക് എത്ര പണം വേണോ അത് 10 വർഷം കഴിഞ്ഞാൽ മതിയാകില്ല എന്ന് നമുക്കറിയാം. രൂപയുടെ മൂല്യത്തിൽ ഇന്ന് ചെറിയൊരു വർധനവ് ഉണ്ടായെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ നിങ്ങളുടെ സമ്പാദ്യത്തിന് ഒരു സുരക്ഷാ കവചം അത്യാവശ്യമാണ്. ലളിതമായി പറഞ്ഞാൽ രൂപയുടെ മൂല്യത്തിൽ ഉണ്ടാകുന്ന നഷ്ടത്തെ സ്വർണ്ണവിലയിലെ വർധനവ് കൊണ്ട് മറികടക്കുന്ന രീതിയാണ് ഗോൾഡ് ഹെഡ്ജിംഗ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ പണ്ട് മുതലേ പിന്തുടരുന്ന രീതിയാണിത്. രൂപയുടെ മൂല്യം ഇടിയുന്ന സമയങ്ങളിൽ സാധാരണയായി സ്വർണ്ണവില കൂടാറുണ്ട്. അതായത് കറൻസിക്ക് സംഭവിക്കുന്ന ഇടിവ് നിങ്ങളുടെ കയ്യിലുള്ള സ്വർണത്തിന്റെ മൂല്യവർദ്ധനവ് വഴി നികത്തപ്പെടുന്നു. ഇന്ന് രൂപ അല്പം കരുത്താർജിച്ചതുകൊണ്ട് നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ ലഭിക്കുന്ന തുകയിൽ കുറവ് വന്നാലും ആ പണം സ്വർണമാക്കി മാറ്റിയാൽ ഭാവിയിൽ രൂപ വീണ്ടും ഇടിയുമ്പോൾ ആ നഷ്ടം നിങ്ങൾക്ക് ലാഭമായി തിരിച്ചു പിടിക്കാം. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇതിൽ വലിയൊരു ഗുണമുണ്ട്. അവിടെ സ്വർണത്തിന് ശുദ്ധി കൂടുതലാണ് എന്നതിനൊപ്പം പലപ്പോഴും നികുതി കുറവായതുകൊണ്ട് വിലയിലും നേരിയ വ്യത്യാസം കാണും. ശമ്പളം കിട്ടുമ്പോൾ മുഴുവൻ പണവും നാട്ടിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാതെ ഒരു നിശ്ചിത ഭാഗം അവിടെ തന്നെ സ്വർണമായി സൂക്ഷിക്കുന്നത് ഒരു മികച്ച ഹെഡ്ജിംഗ് രീതിയാണ്. ഇനി കാനഡയിലോ അമേരിക്കയിലോ ഉള്ളവർക്ക് സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഡിജിറ്റൽ ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡ് ETF പോലുള്ള മാർഗങ്ങൾ ഉപയോഗിക്കാം. സ്വർണത്തിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളും ഇപ്പോൾ ലഭ്യമാണ്. ഒരു സാധാരണ പ്രവാസിയെ സംബന്ധിച്ച് തന്റെ മകളുടെ വിവാഹം അല്ലെങ്കിൽ നാട്ടിലൊരു വീട് ഇതൊക്കെയാണ് വലിയ സ്വപ്നങ്ങൾ. ഇതിനായി നിങ്ങൾ 10 വർഷം പണം ബാങ്കിൽ മാത്രം സേവ് ചെയ്താൽ 10 വർഷം കഴിഞ്ഞ് ആ പണം എടുക്കുമ്പോൾ അന്നത്തെ നിർമ്മാണ സാമഗ്രികളുടെ വിലയോ സ്വർണ്ണവിലയോ ആയി അത് ഒത്തുപോകില്ല. എന്നാൽ സ്വർണത്തിന്റെ രൂപത്തിലാണ് സമ്പാദ്യം സൂക്ഷിക്കുന്നതെങ്കിൽ വിപണിയിലെ വിലക്കയറ്റത്തെ നിങ്ങൾക്ക് പേടിക്കേണ്ടി വരില്ല. സ്വർണത്തിന്റെ വില വിപണിയോടൊപ്പം നീങ്ങുന്നത് കൊണ്ട് നിങ്ങളുടെ പണത്തിന്റെ മൂല്യം ചോർന്നു പോകില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സ്വർണ്ണവിലയിലും വിപണിയിൽ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് ഒന്നിച്ച് വലിയൊരു തുക സ്വർണത്തിൽ ഇടുന്നതിന് പകരം ഓരോ മാസവും ചെറിയ തുകകൾ മാറ്റിവെക്കുന്ന ഗോൾഡ് കോസ്റ്റിംഗ് ആവറേജിംഗ് രീതി പിന്തുടരാം. ഇതുവഴി വില കൂടുമ്പോഴും കുറയുമ്പോഴും നിങ്ങൾ സ്വർണം വാങ്ങുന്നത് കൊണ്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ നല്ലൊരു ആവറേജ് വിലയിൽ നിങ്ങളുടെ സമ്പാദ്യം വളരും. പ്രവാസ ജീവിതത്തിലെ കഠിനാധ്വാനത്തിന് അർഹമായ മൂല്യം ലഭിക്കണമെങ്കിൽ സാമ്പത്തികമായി കരുതലും അത്യാവശ്യമാണ്. രൂപ കരുത്താർജിക്കുന്നത് താൽക്കാലികമായി നാട്ടിലേക്ക് അയക്കുന്ന തുക കുറച്ചേക്കാം. പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ സ്വർണം പോലുള്ള ആസ്തികൾ നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കും. വിപണിയിലെ ഇത്തരം മാറ്റങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കൃത്യമായ പ്ലാനിങ്ങോടെ മുന്നോട്ട് പോവാൻ തയ്യാറാകണം. ഈ വിഷയത്തിൽ കൂടുതൽ പഠനങ്ങൾ നടത്തുക. ഓരോരുത്തരുടെയും സാമ്പത്തിക സാഹചര്യം വ്യത്യസ്തമായതുകൊണ്ട് നിങ്ങളുടെ സൗകര്യത്തിന് അനുയോജ്യമായ രീതി മാത്രം തിരഞ്ഞെടുക്കുക. വിപണിയിലെ റിസ്കുകൾ മനസ്സിലാക്കി വേണം ഓരോ നീക്കവും നടത്താൻ. ഈ വീഡിയോ പ്രവാസികളായ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിക്ഷേപ ഉപദേശമായി കണക്കാക്കരുത്. സ്വർണത്തിലോ മറ്റു വിപണികളിലോ പണം ഇടുന്നതിന് മുൻപ് കൃത്യമായി പഠനം നടത്തുകയോ ഒരു സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. നന്ദി.